മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ PV അൻവറിന്റെ വിമർശനങ്ങളിൽ മൗനം വെടിയുകയാണ് CPM നേതൃത്വം. അൻവറിന്റെ നിലപാടിനോട് യോജിക്കാനാവില്ലെന്നാണ് CPM പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ്. അതിനിടെ അൻവറിന്റെ നീക്കങ്ങളിൽ ബദൽ നീക്കത്തിന് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നുണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അൻവറിന്റെ നീക്കങ്ങളിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് സർക്കാർ ആഭ്യന്തര വകുപ്പ് രഹസ്യ അന്വേഷണം നടത്തുക. അതും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും CPM കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിക്ക് പിന്നാലെ അവരുടെ മൗനം അവസാനിപ്പിക്കുന്നു. അൻവറിനെതിരെ രംഗത്ത് വരുന്നു. അൻവറിന്റെ നീക്കങ്ങൾ അത് അനുചിതമാണ് എന്നതാണ് CPM നിലപാട്. ഒപ്പം തന്നെ CPM നേതൃത്വം അത് ഏതെങ്കിലും നേതാക്കളുടെ അഭിപ്രായത്തിനപ്പുറം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയെന്ന പശ്ചാത്തലം കൂടി നമുക്ക് മുന്നിലുണ്ട്. VV വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM കേന്ദ്രങ്ങൾ വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് CPM പുറത്തിറക്കുന്നെങ്കിൽ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കം വളരെ വ്യക്തമാണ്, അല്ലേ വിനോദ്? സഹിത ഏറ്റവും പുതിയ വിവരം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ അൻവറിൻ്റെ നിലപാടുകളോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന കാര്യം തന്നെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. PV അൻവർ MLA സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്ന തരത്തിലാണ് ഈ വാർത്താക്കുറിപ്പ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര MLA എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും അൻവർ പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹം CPIM പാർലമെൻ്ററി പാർട്ടി അംഗവുമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയും അതോടൊപ്പം തന്നെ സർക്കാരും പരിശോധിച്ചു വരികയാണ്. പക്ഷേ അൻവറിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളോട് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് DYFIയും നിലപാട് വ്യക്തമാക്കി. അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല. PV അൻവർ ഇപ്പോൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നത് പരിശോധിക്കാൻ നാസ വരെയൊന്നും പോകേണ്ടതില്ല. കടുത്ത പ്രയോഗമാണ് റഹീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം പൂർണ്ണമായി അൻവറിനെ തള്ളിക്കളയുന്നതാണ് എന്ന് മാത്രമല്ല സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിക്കുന്ന നിലപാടിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് കൂടി അൻവറിനെ കൊണ്ട് വെക്കുകയും ചെയ്തു. പോലീസിനെ ദുർബലപ്പെടുത്തി അത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് പ്രവർത്തനങ്ങൾ അങ്ങനെ അവരെ സഹായിക്കുന്ന തരത്തിലേക്ക് ആരെങ്കിലും നീങ്ങിയാൽ അതിനെ പിന്തുണയ്ക്കാനോ അതിനോടൊപ്പം നിൽക്കാനോ കഴിയില്ല എന്നൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അൻവറിനെ ഉദ്ദേശിച്ചാണോ എന്ന ചോദ്യത്തിന് അത് നിങ്ങൾ തീരുമാനിച്ചു കൊള്ളൂ, അതായത് അൻവറിനെ അല്ല ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. അൻവറിൻ്റെ നിലപാടുകൾ, അൻവർ തുറന്നു പറയുന്ന കാര്യങ്ങൾ പാർട്ടിയോടോ മുഖ്യമന്ത്രിയോടോ സംസാരിക്കാതെ ആദ്യം തന്നെ മാധ്യമങ്ങളോട് കാര്യം പറയുകയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് അൻവറിൻ്റെ പ്രവർത്തനങ്ങൾ പോവുകയും ചെയ്തു. പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു വടിയായി മാറിയിരിക്കുന്നു. സഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അൻവറിൻ്റെ നിലപാടുകൾ വലിയ തോതിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇനി ഇടതുമുന്നണിയിൽ അൻവറിൻ്റെ സ്ഥാനമെന്ത് എന്നതും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അൻവർ ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയും കണ്ട ശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ നിലപാടുകൾ ആവർത്തിച്ച് പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു. ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാൻ അൻവർ തയ്യാറായിരുന്നില്ല. താൻ ഉന്നയിച്ച വാദങ്ങളിൽ അൻവർ ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടും അൻവർ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്ക് തെറ്റിദ്ധാരണ മാറും, മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന കാര്യമാണ് ആവർത്തിച്ചത്. അതായത് മുഖ്യമന്ത്രി ഇപ്പോഴും ആരുടെ വലയത്തിലാണ്, മുഖ്യമന്ത്രി ആ തരത്തിൽ കെണിയിൽപ്പെട്ട് കിടക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അൻവർ പറയുന്നത്. അങ്ങനെ അല്ല എന്ന നിലപാട് അസന്നിഗ്ധമായി ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഏതെങ്കിലും ആരോപണത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും മാറ്റാൻ പറ്റില്ല. പ്രത്യേകിച്ച് ശശിക്കെതിരെയൊക്കെയുള്ള അൻവറിൻ്റെ പരാതി, പ്രയോഗങ്ങൾ, പരാമർശങ്ങൾ ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അനിഷ്ടത്തിന് പാത്രമായി ഇനി എത്ര നാൾ അൻവറിന് ഇടതുമുന്നണിയിൽ തുടരാൻ കഴിയും? അങ്ങനെ തുടർന്നാൽ തന്നെ അൻവറിന് എത്രമാത്രം ശക്തനായി അവിടെ തുടരാൻ കഴിയും എന്നതൊക്കെ ചോദ്യചിഹ്നമാകുന്നു. അവിടെയാണ് മുസ്ലിം ലീഗിലേക്ക് അൻവറിന് വിളി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാതിൽ തുറന്നുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വവും ഇതിന് പച്ചക്കൊടി ഇതുവരെ കാണിച്ചിട്ടില്ല. വിനോദ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ കേരളത്തിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ഒരു ഔദ്യോഗിക പരിപാടിയുമായി ബന്ധപ്പെട്ട് വിദേശത്താണ്. പക്ഷേ എന്തുകൊണ്ട് CPM ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇത്ര വൈകി? മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം ഔദ്യോഗികമായി പ്രതികരിക്കുക എന്നതായിരുന്നു CPMന്റെ നിലപാടെന്ന് വേണോ നമുക്ക് സംശയിക്കാൻ? കാരണം അൻവർ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിസന്ധിയിലാക്കുന്ന
അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചിട്ട് നാളുകളായി. പക്ഷേ ഇപ്പോൾ മാത്രമാണ് പ്രതികരണം വരുന്നത് എന്ന പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാടറിഞ്ഞ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് ശേഷം ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കാൻ സമ്മർദ്ദപ്പെടുകയായിരുന്നു CPM നേതൃത്വം. സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞ് പാർട്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് പോകുന്ന ഒരു ശൈലി സമീപകാലത്തായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ത് പറയുന്നു അത് മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞ ശേഷം ഒരു പ്രതികരണം. പക്ഷേ അതിലൊരു കാലതാമസമില്ല. ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. പി ശശിയെയും MR അജിത്കുമാറിനെയും സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഓരോ കാര്യത്തിലും അവരെ സംരക്ഷിക്കുമ്പോൾ അതിനൊപ്പം തന്നെ PV അൻവർ ഉന്നയിച്ച ഓരോ കാര്യങ്ങളെയും മുഖ്യമന്ത്രി തള്ളിക്കളയുകയായിരുന്നു. അതായത് പരിപൂർണമായി അൻവറിനെ തള്ളിക്കൊണ്ടാണ് പി ശശിയെയും MR അജിത്കുമാറിനെയും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ന്യായീകരിച്ചതും കവചമൊരുക്കിയതും. ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് രാവിലെ തന്നെ DYFIയുടെ പ്രതികരണം വരുന്നു. അൻവറിന് വേണ്ടി ഇതുവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിൽ പിന്തുണ നൽകിയിരുന്നതിൽ വലിയൊരു വിഭാഗം DYFI പ്രവർത്തകരായിരുന്നു. കടന്നൽ കൂട്ടമെന്ന വിളിപ്പേര് പോലും ഉണ്ടായി. പക്ഷേ അങ്ങനെ ഒരു പിന്തുണ അൻവറിനില്ല എന്ന് DYFI നേതൃത്വം വ്യക്തമാക്കുന്നു. അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലയിലേക്ക് യുവജന സംഘടനയും എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിശദീകരണക്കുറിപ്പ് വന്നിരിക്കുന്നു. അൻവറിൻ്റെ ഈ പ്രവർത്തികളോട് യോജിക്കാൻ കഴിയില്ല. അതായത് അൻവറിന് പോകാം എന്ന ഒരു സന്ദേശം തന്നെയാണ് പാർട്ടി നൽകുന്നത്, പാർട്ടിയുടെ യുവജന സംഘടന നൽകുന്നത്, പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകുന്നത്, മുഖ്യമന്ത്രി നൽകുന്നത്. അൻവർ ഇനി ഇങ്ങനെ നിശബ്ദനായി തൻ്റെ ശക്തിയെല്ലാം മാറ്റി അല്ലെങ്കിൽ ഇതുവരെ ആഞ്ഞടിച്ച അൻവർ വളരെ നിശബ്ദനായി ഈ പാർട്ടിയിലെ ഭാഗമായി അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വതന്ത്ര MLA ആയി തുടരുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ലെങ്കിൽ ഇനി എത്ര നാൾ അൻവർ ഈ പാർട്ടിയിൽ? അവിടെയും പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ അൻവറിനെ കൊണ്ട് നിർത്തുന്നത്, നിശബ്ദമായെങ്കിലും കൊണ്ട് നിർത്തുന്നത്, സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുകളുടെ ഇൻ്റർവ്യൂ വരുന്നു. അതിനെ ഉദ്ധരിച്ച് മുഖ്യമന്ത്രി പറയുന്നത് മലപ്പുറത്ത് പിടികൂടിയ സ്വർണത്തിൻ്റെ കണക്കാണ്, സ്വർണം ഉരുക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റ് പല വസ്തുക്കളിലും ചേർത്ത് കൊണ്ടുവരുന്ന സ്വർണം പിന്നീട് ഉരുക്കുമ്പോൾ അതിൻ്റെ അളവ് കുറയുന്നു. ഇതെല്ലാം അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ മുഖ്യമന്ത്രി കൗണ്ടർ ചെയ്യുന്നു. അതെല്ലാം തള്ളിക്കൊണ്ട് പോയി ഏറ്റവും ഒടുവിൽ പോലീസിനെ നിഷ്ക്രിയമാക്കി സ്വർണ്ണക്കടത്തുകാർക്ക് വിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ സാഹചര്യം കൊണ്ടുപോകാമെന്ന് ആരും കരുതേണ്ട എന്ന് പറയുമ്പോൾ അത് അൻവറിനുള്ള മറുപടിയാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി. അതായത് ഇനി അൻവറിനെ ആരെങ്കിലും ഏറ്റെടുത്താൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനെ ഏറ്റെടുത്തു എന്ന പ്രചരണമാകും CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അൻവറിനെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തിൻ്റെ വഴി ഏതായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അൻവർ തന്നെയാണ്. കുറച്ച് നിശബ്ദനായി ഇടതുമുന്നണിയിൽ തന്നെ തുടരണമോ, അതല്ല കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടുകൾ അതിനെപ്പോലും തള്ളിക്കൊണ്ട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ വഴി തുറക്കണമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റയ്ക്ക് വരുന്നത് അൻവറിനെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല. നമുക്ക് അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. സ്വതന്ത്രനായൊക്കെ മത്സരിച്ച് അദ്ദേഹം ശക്തി തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അൻവർ ഇനി ഏത് വഴി തിരഞ്ഞെടുക്കും? ഏതായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അൻവറിനുണ്ടായിരുന്ന ഒരു പിന്തുണ അത് ഇനി ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. CPM ഏറെക്കുറെ അൻവറിനെ കൈയൊഴിഞ്ഞ മട്ടിലുമാണ് സൈത്ത്. യെസ്, അത് വളരെ പ്രധാനമാണ്. വിനോദ, ഒരു കാര്യം കൂടി, ഈ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ മാറ്റി അത് തിരുത്തി പാർട്ടിക്കൊപ്പം നിൽക്കണം, ഇത്തരം നിലപാട് തിരുത്തണമെന്ന CPM വാർത്താക്കുറിപ്പ് അവസാനിപ്പിക്കുന്നുണ്ട്. ഇത് പറയുമ്പോഴും ഇനിയും അൻവറിന് സാധ്യതയുണ്ടെന്നൊരു സൂചന നൽകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി അൻവറിനെ ഇനി നിർത്തുന്നില്ല എന്ന് മാത്രമല്ല അൻവറിനെതിരെ ചില ആരോപണങ്ങളുടെ സൂചനകളും പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അവശേഷിക്കുന്നത് സാങ്കേതികമായി അദ്ദേഹത്തിന് ഏകദേശം 1.5 വർഷത്തിലധികം MLA എന്ന കാലയളവുണ്ട്. അത് എങ്ങനെ, ആ കാലയളവ് പോലും എങ്ങനെ പൂർത്തിയാക്കുമെന്ന ചോദ്യമുണ്ട്. ഒക്ടോബറിൽ അടുത്ത മാസം നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്നു. ഈ കാലയളവിലൊക്കെ അൻവർ എടുക്കുന്ന പോകുന്ന നിലപാട് എന്തെങ്കിലും, അദ്ദേഹം ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ മുന്നണിക്കെതിരെയോ ഒരു രാഷ്ട്രീയ നിലപാട് പറയില്ല. പക്ഷേ പ്രതിപക്ഷമൊക്കെ അത്തരം ചോദ്യം ചോദിക്കുമ്പോൾ, സഭയിലേക്ക് ഉന്നയിക്കുമ്പോൾ ഈ കാര്യത്തിലൊക്കെ മറുപടി പറയാൻ അൻവർ കൂടി ഭാഗമാവേണ്ടി വരും എന്നൊരു വിഷയമുണ്ട്. അങ്ങനെ സന്നിഗ്ധമായ രാഷ്ട്രീയ പ്രതിസന്ധിയായി അൻവറിൻ്റെ ഇനി അവശേഷിക്കുന്ന MLA കാലയളവ്, നിയമസഭാ കാലയളവ് കൂടി മാറുന്നു എന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടാവുന്നില്ലേ? തീർച്ചയായും ഉദ്വേഗം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പ്രതിപക്ഷം ഇപ്പോൾ തന്നെ അവരുടെ ഒരു പോർമുഖം തുറക്കുകയാണ്. കാരണം ജുഡീഷ്യൽ അന്വേഷണം ഒരു വശത്ത് ആവശ്യപ്പെടുന്നു, BJPയും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് തൃശ്ശൂരിൽ വിശദീകരണ യോഗം
വിളിക്കാനാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ അവരുടെ അത്തരത്തിലുള്ള രാഷ്ട്രീയമായ നീക്കങ്ങളിലേക്ക് വിനോദ് വരാം. വി കെ